രാമായണത്തെക്കുറിച്ച് ഒരു ചോദ്യം, വരാനിരിക്കുന്ന നല്ല ജീവിതത്തിലേക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പ്, നന്നായി ജീവിക്കുന്നത് എങ്ങനെ എന്ന് ഒരു ഉത്തരം. അതാണ് കർക്കിടക മാസത്തിൻ്റെ ഈ നാളുകളിലെ രാമായണ വിചാരത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. 5 ഉത്തരങ്ങൾ നാം കേട്ടു കഴിഞ്ഞു. ഇന്ന് 6ാമത് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുവാനുള്ള അവസരമാണ്. രാമായണത്തെ സംബന്ധിച്ച് ഇന്ന് പാരായണം ചെയ്ത് കേട്ട വരികളിൽ നിന്നാണ് നാം ചോദ്യം ചോദിക്കുവാൻ ഒരുങ്ങുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ, ചോദ്യത്തെക്കുറിച്ച് പറയുവാൻ തുടങ്ങുമ്പോൾ, അറിയുവാൻ തുടങ്ങുമ്പോഴൊക്കെ ഓരോ ഘട്ടങ്ങളിലൂടെ രാമായണത്തെ കടന്നു പോകുമ്പോൾ അത് ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് നാം ഏറ്റവും കൂടുതൽ പറയുവാൻ ശ്രമിച്ചത്. ആനുകാലിക പ്രസക്തം തന്നെയാണ് രാമായണം എന്ന് വ്യക്തമാക്കുന്ന ഓരോ ഘട്ടങ്ങളും. ഇന്നത്തെ ഘട്ടത്തിലേക്ക്, ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നാം കേട്ടത് സീതാ സ്വയംവരവുമായി ബന്ധപ്പെട്ട വരികളാണ് പാരായണം ചെയ്ത് കേട്ടത്. ഇതിൽ ഒരു കാര്യം പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത്, ആ ഒരു ചാപമൊടിഞ്ഞ ഉടനെ തന്നെ, അതായത് വില്ലൊടിഞ്ഞ ഉടനെ തന്നെ സീത രാമനെ ഭർത്താവായി വരിക്കുന്നു. അപ്പോൾ തന്നെ ആ ഒരു വിവാഹമാല ഭർത്താവിൻ്റെ കഴുത്തിലേക്ക്, അല്ലെങ്കിൽ ശ്രീരാമൻ്റെ കഴുത്തിലേക്ക് സീത അണിയിക്കുന്നു. പക്ഷേ രാമൻ ഈ സമയത്ത് ഒന്നും തന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പ്രകടിപ്പിക്കുന്നതായി വരികളിൽ കാണുന്നില്ല. തിരിച്ചൊരു മാല അണിയിക്കുന്നുമില്ല. അപ്പോൾ ഭർത്താവായി സീത സ്വയം സ്വീകരിക്കുന്നുണ്ട്. രാമൻ യഥാർത്ഥത്തിൽ ഭാര്യയായി സീതയെ സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണോ ഒരുപക്ഷെ പിന്നീട് ജീവിതത്തിൽ അഗ്നിപരീക്ഷ ഉൾപ്പെടെയുള്ള പല ഘട്ടങ്ങളിലൂടെ ഇവർക്ക് കടന്നു പോകേണ്ടി വന്നത്? അത് ഞാനും വളരെ അടുത്ത കാലത്താണ് ആ ഒരു സന്ദർഭം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം അവിടെ ശ്രീരാമചന്ദ്രൻ യാഗരക്ഷയ്ക്കായിട്ട് വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വനത്തിലേക്ക് വരികയാണ് ചെയ്തത്. അന്ന് ഒരു 10, 18, 20 വയസ്സ് പ്രായമാണ്. അച്ഛൻ ആ ഒരു പ്രത്യേക ദൗത്യമാണ് നിർവഹിച്ച് മടങ്ങി വരാൻ വേണ്ടി പറഞ്ഞത്. അതനുസരിച്ച് രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷി കൂടെ കാട്ടിലേക്ക് വന്നു. ആ ദൗത്യം പൂർത്തീകരിച്ചു. അവരെ രാക്ഷസന്മാരെയൊക്കെ വധിച്ചു. അപ്പോഴാണ് മഹർഷി പറയുന്നത്, നമുക്ക് അഹല്യയ്ക്കൊരു മോക്ഷം നൽകണം എന്ന് പറഞ്ഞു. അങ്ങനെ മഹർഷിയുടെ ആ വാക്ക് പാലിക്കാനായിട്ട് അഹല്യയ്ക്കൊരു മോക്ഷം കൊടുത്തു. അവിടെ വെച്ചാണ് പറയുന്നത്, ഇവിടെ ജനക മഹാരാജാവിൻ്റെ രാജധാനിയിൽ വളരെ അത്ഭുതകരമായ ഒരു ചാപമുണ്ട്, വില്ലുണ്ട്. അത് പരമശിവൻ്റെ വില്ലാണ്, ചന്ദ്രശേഖരൻ്റെ വില്ലാണ്. അത് കുട്ടികളായ നിങ്ങൾക്ക് കാണാൻ കൗതുകം ഉണ്ടാവും എന്ന് പറഞ്ഞ് 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയ സമയത്താണ് അറിയുന്നത്, ഈ ശൈവചാപം പൊട്ടിച്ച ആൾക്ക് മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം കൂടി വിശ്വാമിത്ര മഹർഷി ശ്രദ്ധയിൽ ജനക മഹാരാജാവ് പെടുത്തുകയാണ് ചെയ്തത്. ഉടനെ തന്നെ വിശ്വാമിത്ര മഹർഷി എന്തോ അറിയില്ല, ആ ചാപം എടുത്ത് കുലക്കാനായിട്ട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ മഹർഷിയുടെ ആജ്ഞ സ്വീകരിക്കുക എന്നുള്ളത് ആ സമയത്ത് ശ്രീരാമൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ വില്ലെടുത്ത് പൊട്ടിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിന് ശേഷം നടക്കേണ്ട വിവാഹം, അത് വാസ്തവത്തിൽ അച്ഛനമ്മമാരുടെ അറിവോടുകൂടി മാത്രം ചെയ്യേണ്ട ഒന്നാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് വിവാഹം എന്ന് പറയുന്നത്. തന്നെ ഓരോരുത്തരെയും ചെറുപ്പം മുതൽക്ക് തന്നെ വളർത്തി വലുതാക്കി അവരുടെ മനസ്സിൽ മോഹങ്ങളുണ്ടായിരിക്കും. എൻ്റെ കുട്ടിയുടെ ആ വിവാഹം വളരെ ഭംഗിയായി നടത്തണം, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ രക്ഷാകർത്താക്കൾ ചെയ്തിട്ടുണ്ടാവും. അവരെ മനസ്സിൽ ഒരു വരനെയോ വധുവിനെയോ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ മനസ്സിൽ അത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷാകർത്താക്കളെ തൻ്റെ വിവാഹം അറിയിക്കാതെ കഴിക്കുക എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിലുള്ള ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരുടെ നടപടിയല്ല. അതുമാത്രമല്ല, ഷോഡശ സംസ്കാരം എന്ന് പറയുന്ന 16 സംസ്കാരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതുണ്ട്. അതിൽ വിവാഹ സംസ്കാരത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഗുരുകാരണവന്മാരുടെയും രക്ഷാകർത്താക്കളുടെയും സാന്നിധ്യത്തിൽ വെച്ച് വേണം ഈ വിവാഹം നടത്താനും അവരുടെ അറിവും സമ്മതവും ആവശ്യമാണ്. ഈ ഒരു തത്വത്തെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രീരാമൻ ആ സമയത്ത് നിസ്സംഗനായി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അവിടെ വെച്ച് മാലയിട്ടാൽ ആ നിമിഷം സീത പത്നിയായി. പക്ഷേ സ്വയംവരത്തിൽ മാല പെൺകുട്ടി അണിയിച്ചാൽ വധു സ്ഥാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ വരൻ എന്ന സ്ഥാനത്തിലാണ് രാമന് നിൽക്കുന്നത്. വരനും വധുവും മാല പരസ്പരം അണിഞ്ഞാലേ ഭാര്യ ഭർത്താക്കന്മാരാവുള്ളൂ. അവിടെ ഒരു പോസ് കൊടുക്കുകയാണ് രാമൻ ചെയ്തത്. ഇത് പെട്ടെന്ന് തന്നെ വിശ്വാമിത്രനും അതുപോലുള്ള ആളുകൾക്ക് മനസ്സിലായി. അവരൊക്കെ വളരെ ബുദ്ധിമുള്ളവരാണല്ലോ. അവർ ഉടനെ തന്നെ ജനക മഹാരാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ദശരഥ മഹാരാജാവിൻ്റെ മകനാണ്, ഇദ്ദേഹത്തിൻ്റെ വിവാഹം ദശരഥ രാജാവിൻ്റെ അറിവില്ലാതെ ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ട് അങ്ങ് ഉടനെ തന്നെ ഒരു എഴുത്ത് അയക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കി ഒന്ന് കാണണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി എഴുത്തായിരുന്നു അത് നേരെ കൊണ്ടുവന്ന് കൊടുത്തു. ദശരഥനും പരിവാരങ്ങളും ഒന്നിച്ച് ഇവിടെ മിഥിലയിലേക്ക് വന്നു. വേണ്ടുന്നതുപോലെ സ്വീകരിച്ചു. അവർ കുശലപ്രശ്നം നടത്തിയതിനിടയിൽ ജനക മഹാരാജാവ് പറഞ്ഞു, എനിക്ക് 4 പെൺകുട്ടികളാണുള്ളത്,
അങ്ങേക്ക് 4 ആൺകുട്ടികളുണ്ട്, എന്തുകൊണ്ട് നമുക്കൊരു ബന്ധം ആയിക്കൂടാ എന്ന് ചോദിച്ചപ്പോൾ ദശരഥൻ തൻ്റെ ചുറ്റുമുള്ള മഹർഷിമാരെയൊക്കെ ഒന്ന് നോക്കി, ഇവർക്കൊക്കെ സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാണെന്ന്. ഉടൻ അവിടെ വെച്ചൊരു മുഹൂർത്തം നിശ്ചയിച്ചു. ആ നിശ്ചയ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ആ വിവാഹം നടക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ പുതിയ തലമുറ ഒരു പ്രായം വരെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനമ്മമാരെ അറിയിക്കാതെ അവർ ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ അതുവരെ നമ്മളെ വളർത്തിയ അച്ഛനമ്മമാരുടെ മനോദുഃഖം അവരറിയുന്നില്ല. അത് വളരെ വർദ്ധിച്ചു വരുന്നു ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതിന് ശ്രീരാമചന്ദ്രൻ തന്നെ ഒരു മാതൃകയാവുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെയും കൂടി അറിവോടും സമ്മതത്തോടും കൂടി വേണം ജീവിതത്തിലെ നമ്മുടെ പ്രധാന ഘട്ടമായ വിവാഹം നടത്താനായിട്ട്. അതാണ് അവിടെ ആ ഒരു തത്സമയം തിരിച്ചു മാലയിടാതെ നിൽക്കാനുള്ള കാരണം. ഇവിടെ ശ്രീരാമനെക്കുറിച്ച് നമുക്ക് വേറൊരു ചിന്ത വരുന്നത്, ആദർശ പുരുഷനാണ് ശ്രീരാമൻ. എപ്പോഴും ധർമ്മത്തിന് അധിഷ്ഠിതമായി മാത്രം പ്രവർത്തിക്കുന്നയാൾ. ഇവിടെ ഇപ്പോൾ സീതാദേവിയുടെ സ്വയംവരം കഴിയുമ്പോൾ സ്വയംവരത്തിൻ്റെ ഘട്ടത്തിലാണ് നാം സംസാരിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് താടകയെ വധിക്കുന്നുണ്ട്. താടക ഒരു സ്ത്രീയാണ്. അപ്പോൾ ഒരു ആദർശ പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീക്ക് നേരെ ആയുധം എടുക്കില്ല, അല്ലെങ്കിൽ ആയുധം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. സ്ത്രീയെ ഉപദ്രവിക്കരുത് എന്നുള്ളതാണല്ലോ നമ്മുടെ പൊതുവിലുള്ളൊരു. പക്ഷേ എന്തുകൊണ്ട് താടകയെ വധിക്കുവാൻ ശ്രീരാമൻ തീരുമാനിച്ചത്? അത് നമ്മുടെ ധർമ്മശാസ്ത്രപ്രകാരം തെറ്റ് സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും ശിക്ഷ വേണം തന്നെയാണ് പറയുന്നത്. അവിടെ സ്ത്രീക്ക് അങ്ങനെ ഇളവ് കൊടുത്തായിട്ട് എവിടെയും കാണുന്നില്ല. പക്ഷേ ചില പരിഗണന നൽകണമെന്ന് പറയുന്നുണ്ട് അവർക്ക്. പക്ഷേ തെറ്റ് തന്നെയാണ്, ശിക്ഷിക്കണം. പക്ഷേ ആ ശിക്ഷയിൽ ചില ഇളവുകൾ നൽകാനല്ലാതെ ശിക്ഷിക്കരുതെന്ന് എവിടെയും പറയുന്നില്ല. അത് പൃഥുചക്രവർത്തി തന്നെയാണ് ഭൂമിദേവിയെ ശിക്ഷിക്കാനായിട്ട് ആളെ അയക്കുന്നുണ്ട്. ഭൂമിദേവി പെട്ടെന്ന് വളക്കൂറുണ്ടല്ലോ, ഭൂമിയുടെ വളക്കൂറ് പിൻവലിച്ചു. അതുകൊണ്ട് ദാരിദ്ര്യം ഉണ്ടായൊരവസ്ഥ വന്നു. ഇത് പൃഥുചക്രവർത്തിക്ക് രസിച്ചില്ല. ഉടനെ ആളെ അയച്ച് ഭൂമിദേവി വരുത്തുന്നുണ്ട്. വധശിക്ഷയാണ് നൽകുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഈ രീതിയിൽ സ്ത്രീ ആയാലും പുരുഷനായാലും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ് എന്ന് തന്നെയാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. താടക വാസ്തവത്തിൽ അവർ രാക്ഷസിയായി മാറുകയാണ് ചെയ്തത്. കാരണം അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ട് രാക്ഷസിയാവുകയാണ്. ഒരു യക്ഷൻ്റെ മകളാണ്, സുകേതുവിൻ്റെ മകളാണ്. അവർക്ക് 1000 മാനയുടെ ശക്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അവർ ആക്രമിച്ചപ്പോൾ അവർ രാക്ഷസിയായി. ആ രാക്ഷസിയായതോടുകൂടി വന്യമൃഗങ്ങളെയും മനുഷ്യരെയും ഭക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല, ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി എന്ന അവസ്ഥ വരെ എത്തി. അപ്പോൾ ജനങ്ങളുടെ ആ ജീവിതം സുരക്ഷിതമൊക്കെ വരുത്തേണ്ടത് ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന രാജാക്കന്മാരുടെ രാജകുമാരൻ ധർമ്മമാണ്. അതുകൊണ്ട് ആ വില്ല് അമ്പ് നേരെ താടകയുടെ നേരെ പ്രയോഗിക്കൊണ്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കണം, ശാപമോക്ഷമാണ് അവിടെ രാമൻ നൽകിയത്. അത് ഏറ്റ് വീണ താടകയുണ്ട് സുന്ദരിയായ ഗന്ധർവ സ്ത്രീയായി ഉയർന്ന് ഭഗവാനോട് തൊഴുത് യാത്ര ചോദിക്കുന്നു. അപ്പോൾ അതിൽ ശ്രീരാമൻ ധർമ്മഭ്രംശം നടത്തിയിട്ടില്ല.